യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവാസ്തിത്വത്തെക്കുറിച്ച് നാം ചിന്തിച്ചു വരികയാണല്ലോ. ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. ദൈവമുണ്ടോ എന്നുള്ളതാകുന്ന ചോദ്യം എക്കാലവും മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചിലര് അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുന്നു, ചിലര് അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവമില്ല എന്ന് സ്ഥാപിക്കുവാൻ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു വസ്തു ഉണ്ടെങ്കിൽ മാത്രമേ ഇല്ലെന്ന് പറയുവാൻ പറ്റൂ. ഒരു വാച്ച് ഉള്ളതുകൊണ്ടാണ് വാച്ച് ഇല്ലെന്ന് പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതേപോലെ ദൈവമില്ല എന്ന് സ്ഥാപിക്കുവാനായിട്ട് നോക്കുന്നത് ഒരു ശില്പത്തെ ആ ശില്പത്തിന്റെ അകത്ത് കയറിയോ അല്ലെങ്കിൽ അത് അടിച്ചു പൊട്ടിച്ച് ആ ശില്പിയെ കാണുവാൻ സാധിക്കുമോ എന്ന് നോക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ ദൈവം ഇല്ല എന്ന് സ്ഥാപിക്കുവാൻ മനുഷ്യൻ ശ്രമിക്കുന്ന പരിശ്രമങ്ങൾ. ദൈവം മനുഷ്യാതീതനാണ്. അതായത് ദൈവം തന്റെ സൃഷ്ടിയിൽ നിന്ന് വ്യത്യസ്തനും സ്വതന്ത്രനുമാണ് എന്നാണ് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയും 40-ന്റെ 12 മുതൽ 26 വരെയും 55-ന്റെ 8, 9 തുടങ്ങിയ വാക്യങ്ങളിലുമൊക്കെ നാം ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവീൻ, ഇവയെ സൃഷ്ടിച്ചത് ആര്? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ദൈവത്തിന്റെ അസ്തിത്വവും നിശ്ചയമായും സൃഷ്ടി ക്രമത്തേക്കാൾ അത് ശ്രേഷ്ഠമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പസ്തോല പ്രവൃത്തികൾ 17-ന്റെ 15 അതിന്റെ 24 ഇപ്രകാരം പറയുന്നു: ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നതും ഇല്ല എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അഥവാ താൻ സൃഷ്ടിച്ച സകലത്തെക്കാളും ഉന്നതത്തിൽ ദൈവത്തിന് സമ്പൂർണ്ണ ആസ്തിത്വമുണ്ട് എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 1 തീമോത്തിയോസിന്റെ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളില് ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും എന്നാണ് അവിടെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ ലോകാധിത്വത്തെ ഈ പദം അഥവാ അമർത്യതയുള്ളവൻ എന്ന ആ പദം വെളിപ്പെടുത്തുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തന്റെ സൃഷ്ടിയിൽ നിന്ന് മനുഷ്യൻ, ദൂതൻ, ആത്മാവ് അഥവാ ഭൗതികമോ പദാർത്ഥികമോ ആയ കാര്യങ്ങൾ എന്നിവയിൽ നിന്ന് ദൈവം വ്യത്യസ്തനും സ്വതന്ത്രനുമാണ് എന്ന് നാം ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് എല്ലാ സൃഷ്ടിക്കും ഇടയിൽ അടിസ്ഥാനപരമായ ഒരു വിഭജനം നിലനിൽക്കുന്നു. എങ്കിലും ലോകത്തിലുടനീളം ദൈവം സന്നിഹിതനും കർമ്മനിരതനുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തങ്ങളുടെ പാപങ്ങളെപ്പറ്റി അനുതപിക്കുകയും ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ജീവിക്കുകയും ചെയ്യുന്ന തന്റെ ജനത്തിൽ അവിടുന്ന് വസിക്കുകയും തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അതാണ് ഗലാത്യ ലേഖനം 2:20 പൗലോസ് പറഞ്ഞിരിക്കുന്നതും നമുക്കവിടെ കാണുവാൻ കഴിയും. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ചെനിക്ക് വേണ്ടി
തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. അതെ, ഇവിടെ വീണ്ടും ആ അടുത്ത വാക്യത്തിൽ ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്തെ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. അപ്രകാരം വിശ്വാസത്താൽ നാം അനുഭവിക്കേണ്ട യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. അതെ, തരണത്തിൽ പൂർണ്ണമായി അതെ ദൈവം എന്ത് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു, ആ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് മുൻപോട്ട് പോകുവാൻ കഴിയുന്നു എങ്കിൽ നിശ്ചയമായും ആ ദൈവിക അനുഗ്രഹം നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ കാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ, കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേനേശുവേ വരണേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേനേശുവേ വരണേ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ